ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഗുഡ്വിൻ ബിസിനസ് സൈക്കിൾ തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് മാക്രോ എക്കണോമിക്സിൽ വരുന്ന മാർക്സിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് മോഡലാണ്. ഓക്കെ, ഇതിൽ എക്കണോമിക് ഗ്രോത്തിന്റെ സൈക്ലിക്കലായിട്ടുള്ള ഒരു നേച്ചറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് വിശദമായിട്ട് മനസ്സിലാക്കാം. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഗുഡ്വിൻ ബിസിനസ് സൈക്കിൾ തിയറി. The Goodwin business cycle theory is a Marxian-based economic model developed by Richard M. Goodwin in 1967. 1967 ഇദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇത് മാർക്സിയൻ ബേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു നേച്ചർ, അത് കയറിയും ഇറങ്ങിയും ഉള്ള ഒരു പാതയിലൂടെയാണ് എക്കണോമിക് ഗ്രോത്ത് പോകുന്നതെന്നാണ് ഇത് പറയുന്നത്. ആൻഡ് എംപ്ലോയ്മെന്റിന്റെയും എക്കണോമിക് ഗ്രോത്തിന്റെയും കേട്ടോ, അത് ബേസ്ഡ് ഓൺ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ, അതായത് ഈ ക്യാപിറ്റലിസ്റ്റിന്റെയും വർക്കേഴ്സിന്റെയും ഇന്ററാക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗ്രോത്ത് ഇത് വിശദമാക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്? നമ്മുടെ മുതലാളിമാർ. അത് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരും വർക്കേഴ്സും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സൈക്ലിക്കൽ നേച്ചർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്പെസിഫിക്കലി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൗ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ വേജസ് ആൻഡ് പ്രോഫിറ്റ്സ്, പ്രോഫിറ്റ് പോണത് ക്യാപിറ്റലിസ്റ്റിന്, ഇൻകം പോണത് ആർക്ക്? വർക്കേഴ്സിന്. ഓക്കെ, അപ്പം ഈ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് ഇതിനേക്ക് നയിക്കുന്നു ഡ്രൈവ്സ് എക്കണോമിക് സൈക്കിൾസ്. അതായത് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ വ്യതിയാനം വരുമ്പോഴത്തേക്ക് എക്കണോമിക് സൈക്കിളിലേക്ക്, അതായത് ആ ഒരു ഏറ്റക്കുറച്ചിലേക്ക്, ബൂം, റിസഷൻ, റിക്കവറി, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക്, ഒരു എക്കണോമിക് അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ടുള്ള നേച്ചറിലേക്ക് ഈ ഒരു ഇന്ററാക്ഷൻ നയിക്കുന്നു എന്നാണ് ഈ തിയറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഐഡിയ മനസ്സിലാക്കാം. ഗുഡ്വിൻസ് മോഡൽ ഡിസ്ക്രൈബ്സ് ഹൗ എക്കണോമിക് ബൂംസ് ആൻഡ് റിസഷൻസ്, അതായത് എക്കണോമിക് ബൂംസ്, റിസഷൻസ് ഇങ്ങനെയുള്ളവ ആർ ജനറേറ്റഡ് എൻഡോജനസ്ലി, അതായത് എൻഡോജനസ് ആയിട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു മോഡൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് എൻഡോജനസ് എന്ന് പറയുന്നത് ഫ്രം വിത്തിൻ ദ എക്കോണമി, എക്കോണമിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇത് ജനറേറ്റ് ആവുന്നത്, ഈ ബൂമും റിസഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നോട്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ഇപ്പൊ എക്സ്റ്റേണൽ ഷോക്സ് എന്ന് വെച്ചാൽ എക്കണോമിക്ക് പുറമേ നിന്നുള്ളപ്പം കമ്മോഡിറ്റി, ഒരു ഉൽപ്പന്നത്തിന്റെ വില, ഇപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇപ്പോൾ ജിയോഗ്രഫിക്കൽ ഇവന്റ്സ്, അതായത് പ്രകൃതിയിലുണ്ടാകുന്ന മറ്റ് വാർ, കോൺഫ്ലിക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഷോക്സ് ആണ്. ഓക്കെ, അപ്പം ഇതൊന്നും അല്ലാതെ എൻഡോജനസ് ആയിട്ടാണ് ഈ ഏതാണ്ടാണ് ബൂം, റിസഷൻ ഒക്കെ ഉണ്ടാവുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഡ്യൂ ടു ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ വേജസ് ആൻഡ് പ്രോഫിറ്റ്. ഇവിടെയുള്ള എൻഡോജനസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വേജ്, പ്രോഫിറ്റ്. അപ്പൊ ഇതിന്റെ കാരണം കൊണ്ടാണ് ഈ ഒരു സൈക്ലിക് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കോർ കമ്പോണൻസ് നോക്കാം. അതിൽ ആദ്യത്തേത് എംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. അത് ഇ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇക്വേഷനിൽ ഇത് വരുന്നുണ്ട് കേട്ടോ. അതായത് ഹയർ എംപ്ലോയ്മെന്റ് സ്ട്രെങ്തൻസ്, അതായത് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴത്തേക്ക് ഇത് വർക്കേഴ്സിന്റെ ബാർഗെയിനിങ് പവർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ ബാർഗെയിനിങ് പവർ കൂടുമ്പോഴത്തേക്ക് അവരുടെ വേജ് കൂടുന്നു. ഓക്കെ, ഇതൊരു കോർ കമ്പോണന്റ് ആണ്. അടുത്തത് വേജ് ഷെയർ ആണ്. അതിനെ ഡബ്ല്യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, അത് ആസ് വേജ് റൈസ്, വേജ് കൂടുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് മാർജിൻസ് ഫാൾ, പ്രോഫിറ്റിന്റെ മാർജിൻ കുറയണം. നമുക്കറിയാം, കൂടുതൽ പൈസ എവിടേക്ക് പോയി? വേജിലേക്ക് പോയി. അപ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്നുള്ള ആ ഒരു ഷെയർ കുറയുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഫേംസ് ഇൻവെസ്റ്റ് ലെസ്, ഫേംസ് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തോളൂ, പ്രോഫിറ്റ് കുറവ്. ഓക്കെ, ഇത് എന്തിലേക്ക് നയിക്കുന്നു? എംപ്ലോയ്മെന്റ് ഡിക്ലൈൻസ്. കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എംപ്ലോയ്മെന്റ്, അതായത് തൊഴിലവസരങ്ങൾ കുറയുന്നു. ഓക്കെ, ഇത് രണ്ട് കീ കോർ കമ്പോണൻസ് ആണ്. അടുത്തത് ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയർ ആണ്. നേരത്തെ പറഞ്ഞത് തന്നെ, അതാണ് പ്രോഫിറ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു ഡ്രൈവർ ഫോഴ്സ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. പ്രോഫിറ്റ് ഈസ് ദ മെയിൻ ഡ്രൈവർ ടു ഇൻവെസ്റ്റ്മെന്റ്. ഇഫ് പ്രോഫിറ്റ് ഫാൾ, ഇവരെന്ത് ചെയ്യും? ഡ്യൂ ടു റൈസിംഗ് വേജ്, അതായത് റൈസിംഗ് വേജ് കൊണ്ടാണ് പ്രോഫിറ്റ് ഫാൾ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ഫാൾ. നേരത്തെ പറഞ്ഞ പോലെ നിക്ഷേപങ്ങളും കുറയും, തൊഴിലവസരങ്ങളും കുറയും. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു സൈക്കിൾ രൂപാന്തരം പ്രാപിക്കുന്നതാണ് ഇപ്പോൾ പറയാൻ പോണത്. ഓക്കെ, അത് സൈക്കിൾ എമർജൻസ്. ഓക്കെ, അതായത് ലോ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ കുറയുന്നതാണ്, അതായത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് എൻ്റെ അർത്ഥം കേട്ടോ. അതായത് അൺഎംപ്ലോയ്മെന്റ് കുറയുമ്പോഴത്തേക്ക് ഹൈ വേജസ്, വേജ് കൂടുന്നു അല്ലേ? അതായത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് വേജ് കൂടുന്നു. അപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏതിനെ കണക്ട് ചെയ്യും? ലോ പ്രോഫിറ്റ്, മുതലാളിമാർക്ക് പ്രോഫിറ്റ് കുറയുന്നു, അവർ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കും, റെഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇതെന്തിലേക്ക് നയിക്കും? ഹയർ അൺഎംപ്ലോയ്മെന്റ്. അതായത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോഴത്തേക്ക് ഒരു തൊഴിലില്ലായ്മ എന്നുള്ള സിറ്റുവേഷനിലേക്ക് നയിക്കുകയാണ്. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്താലേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഈ ഒരു തൊഴിലില്ലായ്മ വീണ്ടും ഫാളിംഗ് വേജിലേക്ക് നയിക്കും, വേജ് കുറയുന്ന സിറ്റുവേഷനിലേക്ക് നയിക്കും. ഓക്കെ, ഇങ്ങനെ വേജ് കുറയുമ്പോഴത്തേക്ക് എന്ത്?
നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. റേസിംഗ് പ്രോഫിറ്റ്, വേജ് കുറഞ്ഞു പ്രോഫിറ്റ് കൂടുന്നു. പ്രോഫിറ്റ് കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും, ഇൻക്രീസ് ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോഴത്തേക്ക് വീണ്ടും എന്താണ് അൺഎംപ്ലോയ്മെന്റ് അഗെയിൻ. ഈ ചാർട്ടിന്റെ ഏറ്റവും ആദ്യം പറഞ്ഞ വീണ്ടും ആ ഒരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അൺഎംപ്ലോയ്മെന്റ് ആണ്, അതായത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പം ഇത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഈ തിയറിയുടെ കാതലായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇതിന് ഉദാഹരണം ഒരു ചൂണ്ടിക്കാണിക്കുന്നത്, കമ്പയർ ചെയ്യുന്നത്, ദിസ് ക്രിയേറ്റ്സ് എ സെൽഫ് സസ്റ്റെയിനിങ് സൈക്കിൾ. ഒരു സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ്, സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൈക്കിളായിട്ടാണ് ഇത് പറയുന്നത്. ലൈക്ക് എ പ്രെഡേറ്റർ പ്രേ റിലേഷൻഷിപ്പ്, അതായത് ഒരു വേട്ടമൃഗം അതിന്റെ ഇരയെ പിടിക്കുന്നത് പോലെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പോലെയാണിത്. ഓക്കെ, ആ ഒരു ഭക്ഷ്യശൃംഖല പോലെയാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയഗ്രം മനസ്സിലാക്കാം. ഈ ഡയഗ്രത്തിൽ ടോട്ടൽ വേജസ്, ഗ്രോസ് ഔട്ട്പുട്ട്, പൊട്ടൻഷ്യൽ ഗ്രോസ് ഔട്ട്പുട്ട്, ഈ 3 കർവുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പൊട്ടൻഷ്യൽ ഗ്രോസ് ഔട്ട്പുട്ട് അധികം വളവ് ഒന്നുമില്ലാതെ പോണ ഒരു കർവാണ്. ഇതെന്ന് പറയുന്നത് ഒരു എക്കോണമി അതിന്റെ ഫുൾ എംപ്ലോയ്മെന്റ് വെച്ചാൽ അതിലുള്ള എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഫുൾ കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ കർവിൽ പോയിന്റുകൾ വരുന്നത്. മനസ്സിലായില്ല? അതാണ് നോ ഐഡിൽ ക്യാപിറ്റലാണ്. എല്ലാ ക്യാപിറ്റലും ഉപയോഗിച്ചുള്ള ഫുൾ എംപ്ലോയ്മെന്റ് എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എക്കണോമിക്സ് സ്റ്റുഡൻസിന്റെ അടുത്ത്. ഓക്കെ, അപ്പം ഈ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് സിറ്റുവേഷനിലാണ് ഈ ഒരു കർവ് നിൽക്കുന്നത്. ഓക്കെ, അതായത് ഇത് ഇങ്ങനെ സ്റ്റെഡിലി ആയിട്ട് ടൈം കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. അതായത് ഞാൻ എക്സ് ആക്സിൽ ടൈം കൊടുത്തിരിക്കുന്നില്ലേ, അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് മുകളിലോട്ട് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിന്റെ ഷേപ്പ് അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കൂടുതൽ ടെക്നോളജിക്കൽ പ്രോഗ്രസും ക്യാപിറ്റൽ അക്യുമുലേഷനും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റഡി ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നത്. അടുത്ത് നമുക്ക് ഗ്രോസ് ഔട്ട്പുട്ട് കർവ് നോക്കാം. അതിൽ മിഡിൽ കാണുന്ന ബ്ലാക്ക് കർവ്. ഓക്കെ, ഇതാണ് ഒരു എക്കണോമി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ച്വൽ ഔട്ട്പുട്ട് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു ഡിഫറൻസ് നോക്കുക. ഓക്കെ, ഇത് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് എന്ത് കാണിക്കുന്നത്? ബിസിനസ് സൈക്കിൾ കാണിക്കുന്നത്. ഓക്കെ, അത് പീരീഡ്സ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, അതായത് എക്സ്പാൻഷന്റെയും കോൺട്രാക്ഷന്റെയും ആ ഒരു പീരീഡ് കാണിക്കുന്നത് ഈ ഒരു കർവ് ആണ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് നോക്കാം, അതായത് ഔട്ട്പുട്ട് ഫാൾ ബിലോ ദ പൊട്ടൻഷ്യൽ, അതായത് ഔട്ട്പുട്ട് പൊട്ടൻഷ്യലിനെക്കാട്ടിയും കുറയുന്നത് ഏത് സമയത്താണ്? റിസഷൻ സമയത്താണ്, മാന്ദ്യം ഉണ്ടാകുമ്പോഴത്തേക്ക്. ഓക്കെ, അതിന് റൈസ് ആവുന്ന എപ്പോഴാണ്? അത് ബൂം സമയത്താണ് അത് റൈസ് ആവുന്നത്, റിസഷൻ സമയത്ത് അത് ഇങ്ങനെ കുറയുന്നു. അതാണ് ആ സൈക്ലിക്കൽ രൂപത്തിന്റെ കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും താഴെ വരുന്ന ആ ബ്ലൂ കർവ് പരിചയപ്പെടാം. ഇതാണ് ടോട്ടൽ വേജ് കർവ്. ഓക്കെ, അത് ഇതെന്താണ് കാണിക്കുന്നത്? ടോട്ടൽ വേജ് പേയ്മെന്റ് ടു ആർക്കുള്ള? വർക്കേഴ്സിന്. അതായത് സമയം ഇങ്ങനെ കടന്നു പോകും തോറും ഈ വർക്കേഴ്സിന് കൊടുക്കുന്ന ടോട്ടൽ വേജ് പേയ്മെന്റിന്റെ കർവാണ് ഇത്. അതിനും ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്. അത് നമ്മുടെ തൊട്ട് മുകളിൽ കാണുന്ന ഗ്രോസ് ഔട്ട്പുട്ടിന് അതിനനുസരിച്ചൊക്കെയാണ്, ഏതാണ്ട് അതിന്റെ ഒരു ഷേപ്പിലാണ് പോകുന്നത്. എന്നാൽ അതിന്റെ താഴെയാണ് വരുന്നത്. അതായത് എക്സ്പാൻഷൻ സമയത്ത് എംപ്ലോയ്മെന്റും വേജും കൂടുന്നു, റൈസ് ചെയ്യുന്നു. ഓക്കെ, എക്സ്പാൻഷൻ സമയത്ത് അത് മുകളിലേക്കാണ് പോകുന്നത്. ഇത് ഡൗൺ ടേൺ ഉണ്ടാകുമ്പോൾ, എക്കണോമിക് ഡൗൺ ടേൺ ഉണ്ടാകുമ്പോഴത്തേക്ക്, എക്കണോമി താഴേക്ക് പോകുമ്പോഴത്തേക്ക് വേജ് സ്റ്റാഗ്നേറ്റ് ചെയ്യുകയോ ഡിക്ലൈൻ കുറയുകയോ ചെയ്യുന്നു. ഓക്കെ, അതാണ് ആ ഒരു കർവ് ഷേപ്പായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ഫേസസ് നോക്കാം. ബൂം ഫേസ് എന്ന് വെച്ചാൽ എക്കണോമിക് ഔട്ട്പുട്ട് കൂടുമ്പോഴത്തേക്ക് എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു, വേജ് ഷെയർ കൂടുന്നു. ഓക്കെ, ആ ഒരു ബൂം ഫേസിൽ. എന്നാൽ ഹയർ വേജ് റെഡ്യൂസ് പ്രോഫിറ്റ്, ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ കൂടുതൽ വേജ് കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് അവിടെ കുറയുകയാണ്. അപ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്ലോ ഡൗൺ ആവുന്നു, ഡൗൺ ടേൺ ഉണ്ടാകുന്നു. അതാണ് ഈ സൈക്കിൾ കാണിക്കുന്നത്. അതാണ് ബൂം ഫേസ് എന്നുള്ള ആ ഒരു റീസൺ എന്ന് പറയുന്നത്, ബൂം ഫേസ് ഉണ്ടാവാനുള്ള റീസൺ. ഇനി റിസഷൻ ഫേസിലുള്ള കാര്യങ്ങളാണ് നേരെ തിരിച്ച്, അതെല്ലാം പറഞ്ഞതാണ്. ഇപ്പൊ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഫാൾ ആവുന്നു, ഔട്ട്പുട്ട് എംപ്ലോയ്മെന്റ് കുറയുമ്പോഴത്തേക്ക് വേജ് പ്രഷർ കുറയുകയാണ്. വേജ് പ്രഷർ കുറയുമ്പോഴത്തേക്ക് ആരുടെ പ്രോഫിറ്റ് കൂടുന്നു? അതായത് വേജ് കുറച്ച് കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് മുതലാളിമാരുടെ പ്രോഫിറ്റ് ഷെയർ കൂടുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, ഔട്ട്പുട്ട് കൂടുന്നു, പിന്നെ അത് ഉയർന്നു വരുന്നു, എക്കണോമി ഉയർന്നു പോകുന്നു, ന്യൂ ബൂം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ റിസഷൻ ഫേസിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഫോം നോക്കാം. അതായത് the system can be represented by two differential equations. അതായത് 2 ഇക്വേഷൻസ് ആയിട്ടാണ് ഈ സിസ്റ്റം കാണിക്കാവുന്നത്. അതായത് ഇതിന്റെ ഇക്വേഷൻ എന്താണ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തത് ചേഞ്ച് ഇൻ എംപ്ലോയ്മെന്റ് ആണ്, രണ്ടാമത്തത് ചേഞ്ച് ഇൻ വേജ് ഷെയർ ആണ്. എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്ന മാറ്റവും വേജ് ഷെയറിൽ ഉണ്ടാകുന്ന മാറ്റവും ഒരു ഇക്വേഷനിലൂടെ അവർ കൊടുത്തിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് വരുന്നത്: DE/DT is equal to E into G minus alpha minus gamma W.
ഇതാണ് ആ ഇക്വേഷൻ വരുന്നത്. അതിന് ഓരോന്നിനും ഇപ്പോൾ ആൽഫ ഗാമ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഓരോ വേരിയബിൾസ് ആണ്. അതിനനുസരിച്ച് അവർ ഒരു വെയിറ്റേജ് കൊടുക്കുക, ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ വേജ് ഷെയറിൽ വരുന്ന ഇക്വേഷൻ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ബീറ്റ ഇ മൈനസ് ഡെൽറ്റ ആണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ് ഇവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ഓരോ അക്ഷരങ്ങളും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കാം. അതിൽ ഇ സൂചിപ്പിക്കുന്നത് എംപ്ലോയ്മെന്റ് റേറ്റ് ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് വേജ് ഷെയർ ആണ്. ഓക്കെ, പിന്നെ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് ആണ്. ഓരോ അളവ് മെഷേഴ്സ് ഓരോന്നും മെഷർ ചെയ്യുന്നതിനുള്ള ഓരോ പാരാമീറ്റേഴ്സ് ആണിത്. ജി എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബർ പ്രൊഡക്ടിവിറ്റി ആണ്. അതായത് ലേബർ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. അത് എത്ര കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഒരു ലേബർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അഡീഷണൽ ആയിട്ട് എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത് കാണിക്കുന്നത്. ഇതിന്റെ സമ്മറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗുഡ്വിൻ മോഡൽ ഷോസ്, അതായത് ഈ മോഡൽ കാണിക്കുക ഇത്രയേ ഉള്ളൂ, ഹൗ ഇന്നവിറ്റബിൾ സൈക്കിൾസ് ആണ് കേട്ടോ. അതായത് ഒരു എക്കണോമിക്ക് അത് ഒഴിച്ചുകൂടാനാവാത്ത, അത് നിർബന്ധമായിട്ട് സംഭവിക്കുന്ന ആ സൈക്കിൾസ് എമേർജ് ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സ്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സ് കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ എക്കണോമിക്സിൽ സംഭവിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കാരണം ഒരാൾ സംഭവിക്കുന്നത് ഡ്യൂ ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ വേജ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ്. നേരത്തെ പറഞ്ഞല്ലോ, വേജ് ഗ്രോത്ത് പ്രോഫിറ്റ് ഇതിന്റെ കാരണമായിട്ട് സംഭവിക്കുന്ന ആ ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യമാണ് ഇത് പറയുന്നത്. ഓക്കെ, ഓഫറിംഗ് എ നോൺ മോണിറ്ററി, അതായത് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു നോൺ മോണിറ്ററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻ ഫോർ ബിസിനസ് സൈക്കിൾ, അതായത് നോൺ മോണിറ്ററി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ബിസിനസ് സൈക്കിളിന്റെ എക്സ്പ്ലനേഷൻ ഈ മോഡൽ അങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന പോലെ വേജ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റിന്റെ ആ ഒരു ഇന്ററാക്ഷൻ മൂലം സംഭവിക്കുന്നു. ഓക്കെ, ഇത് ഏതിന്റെ ഗ്രൗണ്ടഡ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, മാർക്സിയൻ എക്കണോമിക്സ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.